ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കരിയർ ട്രാക്കർ PSC. PSC പരീക്ഷകളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. LGS പരീക്ഷകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 20 മാർക്കിനും ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ 7-8 മാർക്കിനൊക്കെ പൊതുവിജ്ഞാന ഭാഗത്തു നിന്നും കറണ്ട് അഫയേഴ്സ് ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് നമ്മൾ പുതിയൊരു സീരീസ് ആരംഭിക്കുകയാണ്. 2025 നടന്ന പ്രധാന സംഭവങ്ങളും പ്രധാന അവാർഡുകൾ എന്നിവയെല്ലാം ചർച്ച ചെയ്തുകൊണ്ടുള്ള ഒരു സീരീസാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള പുരസ്കാരങ്ങളെക്കുറിച്ചാണ്. കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, കേരള ഗവൺമെൻറ് പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ നൽകുന്ന ഒരു പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ പത്മ പുരസ്കാരങ്ങൾ നൽകാറുണ്ട്, പത്മശ്രീ, ഭാരതരത്ന പോലത്തെ പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. അതേ മാതൃകയിൽ കേരള ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള പുരസ്കാരമാണ് കേരള പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ കേരള സർക്കാർ പത്മ പുരസ്കാരങ്ങളുടെ മാതൃകയിൽ വിവിധ മേഖലകളിൽ വ്യക്തിഗത മികവിന് നൽകുന്ന പരമോന്നത സിവിലിയൻ ബഹുമതിയാണ് കേരള പുരസ്കാരങ്ങൾ. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ്, ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. പത്മ പുരസ്കാരങ്ങളുടെ അതേ മാതൃകയിൽ കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഒരു പുരസ്കാരമാണ് കേരള പുരസ്കാരം എന്ന് പറയുന്നത്. 3 വിഭാഗങ്ങളായിട്ടാണ് ഈ ഒരു അവാർഡ് നൽകുന്നത്. ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് കേരള ജ്യോതിയാണ്, രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കേരള പ്രഭയാണ്, മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് കേരള ശ്രീയാണ്. അവിടെ ബ്രാക്കറ്റിൽ ഞാൻ 1, 2, 5 എന്ന് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അവിടെ മനസ്സിലാക്കേണ്ട കാര്യം, കേരള ജ്യോതി ഒരു വർഷത്തിൽ ഒരു വ്യക്തിക്കാണ് എന്ത് ചെയ്യാറുള്ളത്, നൽകാറുള്ളത്. കേരള പ്രഭ പുരസ്കാരം ഒരു വർഷം തന്നെ 2 വ്യക്തികൾക്ക് നൽകും. കേരള ശ്രീ പുരസ്കാരം ഒരു വർഷം 5 പേർക്ക് വരെ നൽകാറുണ്ട്. അപ്പോൾ ആ ഒരു നമ്പർ ചോദിക്കുകയാണെങ്കിൽ അതൊരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക. കേരള ജ്യോതി ഒരു വ്യക്തിക്ക് മാത്രമേ നൽകുള്ളൂ, കേരള പ്രഭ 2 ആളുകൾക്ക് നൽകും, അതുപോലെ തന്നെ കേരള ശ്രീ 5 പേർക്ക് വരെ നൽകാറുണ്ട്. എന്നീ 3 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വിവിധ മേഖലകളിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് പ്രകടിപ്പിച്ച വ്യക്തികളെയാണ് എന്ത് ചെയ്യാറുള്ളത്, കേരള പുരസ്കാരങ്ങൾ നൽകിയിട്ട് ആദരിക്കാറുള്ളത്. അപ്പോൾ മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പൊതുവായിട്ടൊന്ന് നോക്കാം. കല ഉണ്ട്, ശാസ്ത്രമുണ്ട്, സാഹിത്യം, വാണിജ്യം, വിദ്യാഭ്യാസം, സിവിൽ സർവീസ്, കാർഷികം, കായികം, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സാമൂഹ്യ സേവനം, പൊതുരംഗം, സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, വ്യവസായം, വാണിജ്യം, ആരോഗ്യം, സിനിമ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകൾ, അതായത് ധാരാളം മേഖലകളിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്, ഓരോ വർഷവും ഇതിൻ്റെ ജേതാക്കളെ തിരഞ്ഞെടുക്കാറുള്ളത്. ഇനി ഇവിടെ മറ്റൊരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ളൊരു ചോദ്യമുണ്ട്. ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കേരള ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ നിന്ന് തന്നെ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം വരികയാണെങ്കിൽ അതും ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യമായിരിക്കും. ഈ കേരള പുരസ്കാരം സ്വീകരിക്കുന്ന ആൾക്ക്, ലഭിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന ഒരു ശില്പവും അതുപോലെ തന്നെ അതിൻ്റെ ഒരു സാക്ഷ്യപത്രവുമുണ്ട്. അതിൻ്റെ മാതൃക രൂപകൽപ്പന ചെയ്തത് ശില്പിയായിട്ടുള്ള ശ്രീ ഗോഡ് ഫ്രൈ ദാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഒരു പക്ഷേ ഇനിയുള്ള പരീക്ഷകളിൽ ചോദിക്കാം. കാരണം നമ്മുടെ കേരള ഗവൺമെൻറ്റിൻ്റെ പുരസ്കാരങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ നൽകിയിരിക്കുന്ന വിവരങ്ങളാണ് ഇവയെല്ലാം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, റിപ്പീറ്റഡ് ആയിട്ടൊന്ന് വായിച്ചു നോക്കുക. അധികം കാര്യങ്ങളില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഈ ഒരു സ്ലൈഡിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഇദ്ദേഹത്തിൻ്റെ പേരൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ ഈ 3 വിഭാഗങ്ങൾ എത്രയാണെന്നും ഓരോ വിഭാഗത്തിലും എത്ര പേർക്ക് വരെ പുരസ്കാരങ്ങൾ നൽകാറുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഇനി നമുക്ക് 2025 ഈ പുരസ്കാരങ്ങൾ നേടിയ ആളുകളെ നോക്കാം. 2025 നമ്മൾ നേരത്തെ പറഞ്ഞു, കേരള ജ്യോതി ഒരു വ്യക്തിക്കാണ് എന്ത് ചെയ്യാറുള്ളത്, നൽകാറുള്ളത്. അത് ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ എന്നുള്ള വ്യക്തിക്കാണ്. ഇവിടെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ പുരസ്കാരങ്ങളും ലഭിച്ച വ്യക്തിയും അവർക്ക് ഏത് മേഖലയിലാണ് ലഭിച്ചത് എന്നുള്ളതും എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. കാരണം ഇതെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രസ്താവനാ ചോദ്യങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഇപ്പോൾ ഒരു ചോദ്യം വരികയാണ്, കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് MR രാഘവ വാര്യർക്കായിരുന്നു, രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അദ്ദേഹത്തിന് അത് ലഭിച്ചത് വിദ്യാഭ്യാസ മേഖലയ്ക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഏത് മേഖലയ്ക്കാണ് എന്നുകൂടെ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത്തരത്തിലൊരു ചോദ്യം ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ MR രാഘവ വാര്യർ. അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലായിരുന്നു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹത്തിന് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. കേരള പ്രഭ പുരസ്കാരം നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തു, 2 വ്യക്തികൾക്കാണ് നൽകുക. ഈ വർഷം അത് ലഭിച്ചത് PB അനീഷ് എന്നുള്ളൊരു വ്യക്തിക്കും രാജശ്രീ വാര്യർ എന്ന് പറയുന്ന ഒരാൾക്കുമാണ് ലഭിച്ചത്. അപ്പോൾ അവരുടെ ഈ മേഖലകൾ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. PB അനീഷ് അദ്ദേഹത്തിന് കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്കാണ് എന്ത് ചെയ്തത്, കേരള പ്രഭ പുരസ്കാരം നൽകിയത്. അതുപോലെ രാജശ്രീ വാര്യർ അവർക്ക് നൽകിയത് കലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഇത് നൽകിയിരിക്കുന്നത്, കേരള പ്രഭ പുരസ്കാരം നൽകിയിരിക്കുന്നത്. ഇനി ഉള്ളത് നമ്മളുടെ കേരള ശ്രീ പുരസ്കാരമാണ്. കേരള ശ്രീ പുരസ്കാരം
അഞ്ച് പേർക്കാണ് ലഭിച്ചിരിക്കുന്നത്. കേരളശ്രീ പുരസ്കാരം 5 പേർക്കാണ് ലഭിക്കുക എന്ന് എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു. അതിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത് ശശികുമാറാണ്. അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തനത്തിനും ഷഹാൽ ഹസൻ മുസ്ലിയാർ വിദ്യാഭ്യാസത്തിനും MK വിമൽ ഗോവിന്ദ് സ്റ്റാർട്ടപ്പ് സംരംഭക മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കാണ് വിമൽ ഗോവിന്ദ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കേരള ശ്രീ പുരസ്കാരം നൽകിയിട്ടുള്ളത്. അതുപോലെ അഭിലാഷ് ടോമി, ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇദ്ദേഹത്തിൻ്റെ പേര് നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. അഭിലാഷ് ടോമി, അദ്ദേഹത്തിൻ്റെ മേഖലയും നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അറിയുന്നുണ്ടായിരിക്കും. കായികമാണ് അദ്ദേഹത്തിൻ്റെ മേഖല എന്ന് പറയുന്നത്. അതുപോലെ ജിഷാമോൾ മാരിയറ്റ് തോമസ്, ഇവരൊരു ഇൻഫ്ലുവൻസറാണ്. ആ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ളൊരു നിലയ്ക്കാണ് അവർക്ക് എന്ത് ചെയ്തിട്ടുള്ളത് കേരളശ്രീ പുരസ്കാരങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ വളരെ ചെറിയൊരു ക്ലാസ്സാണ്, എന്നാൽ ഉറപ്പായും ഒരു മാർക്കിനെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു മേഖലയുമാണ് കേരളശ്രീ പുരസ്കാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. നമുക്കൊന്നും കൂടെ നോക്കാം. ആദ്യം പറഞ്ഞത് പത്മ പുരസ്കാറിൻ്റെ അതേ മാതൃകയിലാണ് 3 വിഭാഗങ്ങളുണ്ട്. അതിൻ്റെ ശില്പവും അതുപോലെ സാക്ഷ്യപത്രവും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശ്രീ ഗോഡ് ഫ്രൈദാസ് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ള വ്യക്തികളുടെ പേരും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പേരുകളെല്ലാം ഓർത്തു വയ്ക്കുക, ഇവരുടെ മേഖലകളും വൃത്തിയായിട്ട് ഓർത്തു വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് പ്രസ്താവന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇതുപോലെ 2025 പ്രധാനപ്പെട്ട മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. അതുവരെ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.